നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്ന ഡൽഹി മദ്യനയ കേസിൽ പ്രതിപക്ഷത്തെ പ്രധാന നേതാവ് എന്ന നിലയിൽ മാത്രമാണ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചത് എന്നാണ് കോടതി തന്നെ വെളിപ്പെടുത്തിയത്. അഴിമതിക്കെതിരെ രംഗത്ത് വന്ന നേതാവും പാർട്ടിയും അഴിമതി കേസിൽ തന്നെ അകത്തുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ കാട്ടുകള്ളന്മാർക്കിടയിൽ തീർത്തും വ്യത്യസ്തനാവുകയാണ് പ്രധാനമന്ത്രി മോദി. അഴിമതി കാര്യത്തിൽ ഒരിക്കലും ഞാൻ തിന്നുകയുമില്ല, ആരെക്കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്നാണ് തുടക്കം മുതലേ പ്രധാനമന്ത്രിയുടെ നയം. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ റെയ്ഡുകളാണ് അഴിമതിക്കാർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അഴിമതി നടത്തി ജനങ്ങളെ പറ്റിച്ചവരിൽ നിന്നും 17,000 കോടി രൂപ തിരിച്ചുപിടിച്ച് അത് ജനങ്ങൾക്ക് കൈമാറി എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. കൂടുതൽ തുക തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നിയമനിർമ്മാണത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി. അഴിമതി നടത്തിയ അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ച പ്രധാനമന്ത്രിമാരെ കണ്ടും കേട്ടും കണ്ണും കാതും തഴമ്പിച്ച നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരിക്കും ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അഴിമതിക്കെതിരെ നടപടിയെടുക്കുക മാത്രമല്ല, ആരെയാണോ അഴിമതിക്കാർ പറ്റിച്ചത്, പറ്റിക്കപ്പെട്ട പണം ആ പാവപ്പെട്ടവർക്ക് നേരിട്ട് കൊടുക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. അഴിമതിക്കെതിരെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പ്രക്ഷോഭം തുടങ്ങി ഒടുവിൽ സ്വയം അഴിമതി നടത്തി അകത്തുപോകുന്ന അരവിന്ദ് കെജ്രിവാളും ലാലു പ്രസാദ് യാദവും ഒക്കെ ജീവിക്കുന്ന ഒരു നാട്ടിൽ പേരിന് പോലും ഒരു അഴിമതി നടത്താൻ അനുവദിക്കാതെയുമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടെന്ന സൗഭാഗ്യം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ എത്ര പേർ ഉൾക്കൊണ്ടു എന്ന സംശയമാണ്. 17,000 കോടി രൂപയ്ക്ക് പുറമെ പിടിച്ചെടുത്ത 1.25 ലക്ഷം കോടി രൂപ കൂടി ഇരകൾക്ക് തിരികെ നൽകുമെന്ന് റിപ്പബ്ലിക് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. പണത്തിന്റെ കൂമ്പാരങ്ങൾ പിടിച്ചെടുക്കുന്നത് ടിവിയിൽ കൂടെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പണം ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയുമാണ്. അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.